സാർ, KPCCക്ക് പുതിയ കമ്മിറ്റി നിലവിൽ വന്നല്ലോ. പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ വൈസ് പ്രസിഡന്റുമാരായിട്ട് ഷാഫിൽ പറമ്പിൽ, പി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവർ വന്നല്ലോ. ഇത് KPCCയിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമോ അതോ പഴയതുപോലെ തന്നെ ആവുമോ KPCCയുടെ പ്രവർത്തനങ്ങൾ? ഷിബിൽ ചോദിച്ചത് ബോധത്തോടുകൂടിയാണോ വ്യക്തമായിട്ടാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ എങ്കിലും ഷിബിൽ ചോദിച്ചാണ് എൻ്റെ കാര്യം. KPCCയിൽ ഒരു മാറ്റമുണ്ട്. കാരണം കെ സുധാകരൻ പോയിട്ട് ഇത്തരത്തിൽ എം ലിജുവിനെ പോലെയുള്ള സംഘടനാ സെക്രട്ടറിമാരൊക്കെ പോയിട്ട് കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള വൈസ് പ്രസിഡന്റുമാർ പോയിട്ട് പുതിയ കുറച്ച് ആളുകൾ വന്നു. പക്ഷേ ചോദ്യം അതല്ല. ചോദ്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ ഇതിൽ എന്തൊക്കെ ഗുണപരമായ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എനിക്ക് വല്ലാത്ത സംശയമുണ്ട്. കാരണം കോൺഗ്രസ് അങ്ങനെ മാറുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് വലിയ സംശയമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം കെ സുധാകരനെ പോലെ വളരെ സ്റ്റേച്ചറുള്ള ഒരു നേതാവ് വന്നപ്പോൾ അദ്ദേഹം ഇത് സെമി കേഡറാക്കാൻ പോകുന്നു, കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നു, കണ്ണൂരിലുള്ളതുപോലെ വളരെ അത്യുഗ്രമായിട്ടുള്ള പിണറായിക്ക് നേരെ നിൽക്കുന്ന ഒരു നേതാവ് ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയുള്ള വലിയ പ്രചാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് അദ്ദേഹത്തിൻ്റെ കഴിവുകേടാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് ശാരീരികമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 2 സ്ഥലങ്ങളിലാണ് പെർഫോം ചെയ്യാൻ പറ്റായിരുന്നു. ഒന്ന് KPCC പ്രസിഡൻ്റായി വന്നപ്പോഴും, പിന്നീട് അതിനു മുമ്പ് നമുക്കറിയാം അദ്ദേഹം യഥാർത്ഥത്തിൽ കേരളത്തിലെ വനം മന്ത്രിയായിരുന്നു. അപ്പോൾ ഈ വനം മന്ത്രി ആയിരുന്നപ്പോഴൊക്കെ തന്നെ PV അൻവർ ഒരു തവണ പൊതുയോഗത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതായത് കെ സുധാകരൻ ഇരുന്നിട്ട് ഇത് നന്നാക്കാൻ പറ്റില്ല, പിന്നെ ശശീന്ദ്രൻ ഇരുന്നിട്ട് ഇത് നന്നാകുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത്രമാത്രം കുത്തഴിഞ്ഞ അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുള്ള ഒരു വിഭാഗമാണ് എന്ന് പറയും വനം വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ നന്നാക്കുക എന്ന് പറയുന്നത് ഒരു കെ സുധാകരനെ കൊണ്ട് പോലും എളുപ്പമല്ല. ഏതാണ്ട് അതിനേക്കാൾ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് KPCCയും കോൺഗ്രസിനെയും ഒക്കെ, കേരളത്തിലെ കോൺഗ്രസിനെയും ഒക്കെ നന്നാക്കുക എന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനൊരു സംഘടന ഇല്ലാതായിട്ട് കുറേ നാളുകളായി എന്നുള്ളതാണ്. ഇല്ലാത്ത സംഘടന എങ്ങനെ സെമി കേഡറാക്കുമെന്നൊക്കെ ഞാൻ അന്ന് തന്നെ വിചാരിച്ചിരുന്നു. അതൊന്നും ആയില്ല. ഇനിയിപ്പോൾ ഇവരൊക്കെ വന്നാലും ഇവരെല്ലാവരും മോശപ്പെട്ട ആളുകളാണ് എന്നൊന്നും അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ സണ്ണി ജോസഫ് ആണെങ്കിലും കെ സുധാകരൻ്റെ അത്ര സ്റ്റേച്ചറില്ലാത്ത ഒരാളാണ്. പക്ഷേ സണ്ണി ജോസഫ് ആണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും അല്ലെങ്കിൽ അടൂർ പ്രകാശ് ആണെങ്കിലും ഈ പറയുന്ന ഇപ്പം അനിൽകുമാർ ആണെങ്കിലും ഒക്കെ തന്നെ നല്ല ആളുകളൊക്കെ തന്നെയാണ്. അവരുടെ മണ്ഡലങ്ങളിൽ ഒറ്റക്ക് നിന്ന് ജയിക്കുന്ന, കോൺഗ്രസ് സംഘടനാ സംവിധാനമൊന്നും ഇല്ലെങ്കിൽ ഒറ്റക്ക് നിന്ന് ജയിക്കാൻ പ്രാപ്തിയുള്ള, അതിൻ്റെ സ്ട്രാറ്റജിയൊക്കെ ബിൽഡ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളാണ്. PC വിഷ്ണുനാഥിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ. പക്ഷേ കോൺഗ്രസ് ആസ് എ ഹോൾ കേരളത്തിൽ ഒരുമിച്ച് നിൽക്കുകയും കോൺഗ്രസിനെ കേരളത്തിൽ ഒന്നാകെ തന്നെ ഉത്തേജിപ്പിക്കുകയും അല്ലെങ്കിൽ വലിയ തോതിൽ സംഘടനാ മെഷീനറി ബിൽഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പണി അതൊക്കെ സാധ്യമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. അതൊന്നും ഇവരെ കൊണ്ട് പോലും സാധ്യമാവില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നൊരു കാര്യം. ഇത് അവരുടെ ആരുടെയെങ്കിലും കഴിവിനെ കുറച്ച് കാണുന്നത് കൊണ്ടല്ല, പകരം അത്തരത്തിലുള്ളൊരു സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ കോൺഗ്രസ്സിൽ നിലനിൽക്കുന്നത്. കോൺഗ്രസ് ഒന്നുകൂടി ഒരു പിളർപ്പിൻ്റെ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ലെവലിലേക്കുള്ള കോൺഗ്രസ്സായി നിലനിൽക്കും. ചിലപ്പോൾ പിളർന്നു പോയേക്കാം. ഇനി അല്ലെങ്കിൽ സംഘടനക്കകത്ത് തന്നെ വലിയ തോതിൽ ഒറ്റപ്പെട്ട തുരുത്തുകൾ ഉണ്ടായി നിലനിൽക്കും. അല്ലാതെ ഇതിനെയൊക്കെ കൂടി കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകൽ ഏറെക്കുറെ അസാധ്യമായുള്ള അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് എത്തിയിട്ടുള്ളത്. സാർ, അപ്പോൾ എൻ്റെ സാർ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണല്ലോ. അപ്പോൾ സാറിന് അറിയാമല്ലോ ഇപ്പോഴത്തെ ഇലക്ഷനിൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ. ഈ ഷാഫി പറമ്പിൽ, വിഷ്ണുനാഥ് പോലുള്ളവരൊക്കെ വരുമ്പോൾ ഇത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഒന്നുകൂടി ചിട്ടയുള്ളതാക്കുകയല്ലേ ചെയ്യുക ശരിക്കും? ഇപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ വടകരയിൽ മത്സരിച്ചപ്പോഴാണെങ്കിലും അതിനു മുമ്പ് പാലക്കാട് മത്സരിച്ചപ്പോഴാണെങ്കിലും ഇനി പാലക്കാട് നിന്ന് അത് MLA സ്ഥാനം വിട്ടുപോയേക്കും എന്നുള്ള നിലക്ക് വടകരയിൽ മത്സരിക്കാൻ പോയപ്പോഴാണെങ്കിലും അതിനുശേഷം PC വിഷ്ണുനാഥ് ഇപ്പോൾ കുണ്ട്രയിൽ ചെന്ന് മത്സരിച്ചപ്പോഴാണെങ്കിലും ഒക്കെ തന്നെ അല്ലെങ്കിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ പിടിച്ചെടുക്കുമ്പോഴും ഒക്കെ തന്നെ അവരുടേതായ സ്വതസിദ്ധമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി ഷിബിലി പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഇപ്പോൾ ആറ്റിങ്ങലിൽ തന്നെ കള്ളവോട്ട് തടയാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു സംവിധാനം അടൂർ പ്രകാശ് ഒരുക്കിയിരുന്നു. അതൊക്കെ സത്യമാണ്. പക്ഷേ ഷിബിലി ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ അവരൊതുക്കുന്നത് അവരുടെ മാത്രം മികവിൻ്റെ അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ 21 MLA-മാരുള്ളത്. ഞാനിപ്പോൾ ഓരോരുത്തരായിട്ട് എടുത്ത് പറയുന്നില്ല. അവരോരോരുത്തരും അവരവരുടെ മണ്ഡലങ്ങളിൽ ജയിക്കുന്നത് അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും അവർ ബിൽഡ് ചെയ്തിട്ടുള്ള അവിടുത്തെ ഒരു പാർട്ടി സംവിധാനവും ഒക്കെ വെച്ചിട്ടാണ്. അത് യഥാർത്ഥത്തിൽ ഒറ്റക്ക് ഇൻഡിപെൻഡൻ്റ്ലി അവരവിടെ ബിൽഡ് ചെയ്യുന്നതാണ്. അടൂർ പ്രകാശ് ആറ്റിങ്ങലിലേക്ക് പോയ പത്രത്തിൽ അവിടെ അദ്ദേഹം ബിൽഡ് ചെയ്തതാണ്, ആ കൂടെയുള്ള ആളുകളെ കൊണ്ടുപോയതാണ്. അല്ലാതെ ഇത് ഷാഫി പറമ്പിലും അത്തരത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കമുള്ള കുറേ ആളുകളെ അത്തരത്തിൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും മതിയാവില്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ മൊത്തം എൻറ്റയർ കോൺഗ്രസിനെയും ചലിപ്പിക്കാൻ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്
സ്ട്രാറ്റജിയും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും ഒക്കെ നടത്താനായിട്ട് ഇപ്പോൾ വി ഡി സതീശനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഷാഫി പറമ്പിലോ PC വിഷ്ണുനാഥോ ഒക്കെ ഇരുന്നാൽ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിനു മുമ്പ് ഇരുന്ന എം ലിജു ഇരുന്നപ്പോഴും വേണമെങ്കിൽ സാധിക്കുമായിരുന്നു. പക്ഷെ പ്രശ്നം ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്നുള്ളതാണ് ഷിബിലി പ്രശ്നം. ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എവിടെയാണെന്നറിയാമോ? ഹൈക്കമാൻഡ് ഈ പറയുന്ന ഒരു മാറ്റം വരുത്താനായിട്ട് കുറച്ച് ആളുകൾ എടുത്തു മാറ്റി വേറെ ആളുകൾ വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഒന്ന്, കോൺഗ്രസിന് ലോങ് ടൈമിലേക്കുള്ള ഒരു വ്യൂ ഉണ്ടാവുകയും ഇത് കഴിഞ്ഞ തവണയൊക്കെ പറ്റിയിട്ടുള്ള തെറ്റുകൾ എവിടെയാണെന്ന് കണ്ടെത്തുകയും വേണം. ഞാൻ യഥാർത്ഥത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ, 2001 ശേഷം കോൺഗ്രസ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മനസ്സിലായോ? അപ്പൊ ചോദിക്കും ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നില്ലെന്ന്. ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ 140 നിയമസഭകളിൽ 72 സീറ്റാണ് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ കേവലം 2 സീറ്റിന്റെ ബലത്തിലാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന അധികാരത്തിലേക്ക് എത്തിയത്. അത് തന്നെ ഞാൻ തുറന്നു പറയുന്നു, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകണ്ട എന്ന് CPM-നകത്തുള്ള നിരവധി ആളുകൾ വിചാരിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഉമ്മൻചാണ്ടി ഭരിക്കില്ലായിരുന്നു. ഒരുപക്ഷെ VS ഒരു തുടർ ഭരണം അന്നേ കിട്ടുമായിരുന്നു. പക്ഷെ അത് വേണ്ടെന്ന് CPM-ഉം പാർട്ടിയും ഒക്കെ തന്നെ അങ്ങോട്ട് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഇനി യഥാർത്ഥത്തിൽ 2000 AK ആന്റണി നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ 99 സീറ്റുകളിലേക്ക് ജയിച്ചിട്ടുള്ള കോൺഗ്രസിന് എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള ഒരു വോട്ട് ബേസ് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ പിന്നീട് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വോട്ട് ബേസിലേക്ക് എത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒന്ന്. ഇനി രണ്ടാമത്തെ ഇപ്പോഴും ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം ഇപ്പോഴും കോൺഗ്രസിലെ നിരവധി ആളുകൾ വിചാരിക്കുന്നത് ഒരു പിണറായി വിരുദ്ധ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അത് ഒരു ഉണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് മറിയക്കുട്ടിമാർ, അതുകൊണ്ടാണ് ഈ പറയുന്ന ആശാവർക്കർമാരുടെ സമരങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം എവിടെയാണെന്നറിയാമോ? ഈ ആൻറ്റി ഇൻകുംബൻസി വേവ് എന്ന് പറയുന്ന ഒരു കാര്യം സ്പ്ലിറ്റായി പോയാൽ, അതായത് നിങ്ങൾക്കൊരു 35 വോട്ട് കിട്ടുന്നു, CPM-ന് 35 വോട്ട് കിട്ടുന്നു, ബാക്കി ഓപ്പോസിറ്റാണ് 65 പേരും അല്ലെങ്കിൽ എതിരായിട്ട് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിളായിട്ട് അങ്ങനെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പോലും ആ 65-ൽ നിന്ന് ഒരാൾക്ക് 32, ഒരാൾക്ക് 33 കിട്ടിയാൽ 35 കിട്ടിയവൻ ജയിക്കൂലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ അത്തരത്തിൽ നാളെ BJP-യിലേക്കും ഈ പറയുന്ന കോൺഗ്രസിലേക്കും ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ ഭിന്നിച്ച് പോയാൽ ഉറപ്പായിട്ടും അത് വലിയ തോതിൽ ഈ പറയുന്ന CPM-ന് മേൽക്കൈ കിട്ടും. അപ്പൊ ഇത് എക്കാലത്തും കോൺഗ്രസ് എടുത്തിട്ടുള്ള ഒരു നിലപാട്. ഇപ്പൊ രമേശ് ചെന്നിത്തലയെ മാറ്റി നേരെ അടുത്തത് VD സതീശനെ വെച്ചു, നല്ല കാര്യം. പക്ഷെ ഇത് മാറ്റുമ്പോൾ ഇത് ഇന്നിന്ന മിസ്റ്റേക്കുകളാണ് നമുക്ക് പറ്റിയത് എന്ന് മനസ്സിലാവണ്ടേ? വേർ വി വെന്റ് റോങ്, എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് എന്നുള്ളത് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യണ്ടേ? നാളെ ഞാനും ഷിബിലിയും ഒരു പരീക്ഷയിൽ തോറ്റു, ഒരു ഓട്ട മത്സരത്തിൽ തോറ്റു, എന്തുകൊണ്ടാണ് തോറ്റത് എന്ന് നമുക്ക് കൃത്യമായ അനാലിസിസ് വേണം. അതിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറാകണം. അങ്ങനെ പാഠം പഠിക്കാൻ തയ്യാറാകാതെ നേരെ ഒരു X-നെ മാറ്റി Y-നെ വെച്ചു, Y-നെ മാറ്റി Z-നെ വെച്ചു എന്നുള്ളത് കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. യഥാർത്ഥത്തിൽ ഞാൻ കൂടുതൽ ഭയക്കുന്നുണ്ട് അടുത്ത തവണ തീർച്ചയായിട്ടും കോൺഗ്രസിന് പെർഫോം ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ കാരണം കൂടി എന്താണെന്ന് പറയാം. കൃത്യമായി എനിക്ക് കോൺഗ്രസിനകത്തുള്ള നിരവധി ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വിവരം എന്താണെന്ന് അറിയുമോ? ആ വിവരം എന്ന് പറഞ്ഞത്, പുറമെ ഒരാൾ പോലും ഈ പറയുന്ന ഒരു അസ്വാരസ്യവും ഉണ്ടാക്കിയിട്ടില്ല, ഒരു അസുഖകരമായ വർത്താനം പോലും നടത്തിയിട്ടില്ല. അതിൽ ഏറ്റവും ആദ്യം ഞാൻ ഡബിൾ ഹാപ്പിയാണെന്നും ട്രിപ്പിൾ ഹാപ്പിയാണെന്നും ഒക്കെയാണ് കെ സുധാകരൻ പറയുന്നത്. കെ സുധാകരൻ പക്ഷെ പറയുമ്പോൾ പറയാതെ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? എന്താ മാറ്റിയതെന്ന് ചോദിക്കുമ്പോൾ 4 വർഷമായില്ലേ, മടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം പറയണത് എന്താണെന്നറിയോ? എനിക്ക് മടുത്തിട്ടില്ല, പക്ഷേ ചിലപ്പോൾ ഹൈക്കമാൻഡോ ബാക്കിയുള്ളവർക്കോ മടുത്തിട്ടുണ്ടാകുമെന്നാണ് എന്ന് പറഞ്ഞ സൂചന അതിനകത്തുണ്ട്. ഒന്ന്. രണ്ടാമത്തത് A ഗ്രൂപ്പ് പോലെ ശക്തമായിട്ടുള്ള ഒരു വിഭാഗം കോൺഗ്രസിനകത്ത് ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അസംതൃപ്തരായ നിരവധി ആളുകൾ, ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയിലുണ്ടായിരുന്ന ആളുകൾ, അവരൊക്കെ തന്നെ ഇനി എവിടെ പോകും എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരു യൂണിറ്റി ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, നേരത്തെയും കോൺഗ്രസിനകത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ലോ എന്നാണ്. ഉണ്ടായില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നേരത്തെ കോൺഗ്രസിനകത്ത് K കരുണാകരൻ ഉണ്ടായിരുന്നു, AK ആന്റണി ഉണ്ടായിരുന്നു. ആ AK ആന്റണിയുടെ പുറകെ കൃത്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് പ്രവർത്തനം ഉണ്ടായിരുന്നു. K കരുണാകരൻ്റെ കീഴിലും അത്തരത്തിലുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. ഈ 2 നേതാക്കന്മാരും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുതൽ K മുരളീധരൻ മുതൽ ഏറ്റവും കുറഞ്ഞ പക്ഷേ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വരെ നിരവധി, എബിൻ വർക്കിയെ പോലെയുള്ള ആളുകളടക്കം നിരവധി ആളുകൾ, ഇവർ പലരും ഈ പറയുന്ന പോലെ ഒരുപാട് ഗ്രൂപ്പുകളായി നിൽക്കുകയാണ്. ആ ഗ്രൂപ്പുകളിൽ തന്നെ ചില ആളുകൾക്ക് ഗ്രൂപ്പുകളോടൊന്നും വലിയ ലോയൽറ്റി ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തീർത്തും അസംഘടിതമായ
ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. കോൺഗ്രസ് എല്ലാ കാലവും ജയിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നറിയാമോ? ഇടതുപക്ഷം അധികാരത്തിൽ വരികയും ഇടതുപക്ഷത്തിനോട് ജനങ്ങൾക്കൊരു വിരക്തി തോന്നുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺഗ്രസിന് കുറേ വോട്ട് കിട്ടും, അങ്ങനെ ജയിക്കും. പക്ഷെ ഇത്തവണ അങ്ങനെ ജയിക്കില്ല. കാരണം എന്താ? മൂന്നാമതൊരു ഫോഴ്സ് 20% വോട്ടുമായിട്ട് തൊട്ടപ്പുറത്ത് ബി ജെ പി നിൽക്കുന്നുണ്ട്. ഇനി ബി ജെ പിയിലേക്ക് 2-3% ക്രിസ്ത്യൻ വോട്ട് പോയാലുള്ള സിറ്റുവേഷൻ എന്താ? കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ജയിക്കുന്ന ജില്ലകളായിട്ടുള്ള തൃശ്ശൂർ മുതൽ, തൃശ്ശൂരിലെ സീറ്റില്ല, പക്ഷേ തൃശ്ശൂർ മുതൽ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് കോൺഗ്രസിനാണ്. എറണാകുളം മുതൽ നിങ്ങൾ അറിയേണ്ടത് പത്തനംതിട്ട വരെയുള്ള നിരവധി ജില്ലകളിൽ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടാനിടയാക്കും. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടാൽ കോൺഗ്രസിന് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ വോട്ടുകൾ ആരാണ് ചെയ്യുന്നത്? അനുഭാവികളായിട്ടുള്ള ആളുകളാണ്. ഈ അനുഭാവികളായിട്ടുള്ള ആളുകളിൽ തന്നെ വലിയൊരു തോതിൽ വിള്ളലുണ്ടാക്കാൻ ബി ജെ പിക്കും അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൊണ്ട് CPM-നും ഒക്കെ സാധിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നേരത്തെ നായർ വോട്ടുകളിൽ മഹാഭൂരിപക്ഷവും തന്നെ കിട്ടിക്കൊണ്ടിരുന്നത് കോൺഗ്രസിനാണ്. ഇപ്പോൾ അത് ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. ഈഴവ വോട്ട് ബാങ്കുകളിൽ വലിയൊരു ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു. CPM അത് ഒരു പക്ഷേ തിരിച്ചു പിടിച്ചേക്കാം. പക്ഷേ കോൺഗ്രസിൽ നിന്ന് കൂടി പോയ വോട്ടുകളുണ്ട്, അത് തിരിച്ചു പിടിക്കപ്പെടുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. 21 സീറ്റാണ് ഈ നിയമസഭയിൽ കോൺഗ്രസിനുള്ളത്. ആകെയുള്ളത് 40-41 സീറ്റാണ് UDF-നുള്ളത്. എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു 40ഓളം സീറ്റുകളെങ്കിലും കൂടുതലായി പിടിച്ചാൽ മാത്രമേ, ഏറ്റവും കുറഞ്ഞ പക്ഷേ കോൺഗ്രസ് 30-40 സീറ്റുകൾ പിടിച്ചാൽ മാത്രമേ അധികാരത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. കോൺഗ്രസ് ഇത് എവിടെ നിന്ന് പിടിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം LDF-ന് ഇൻടാക്റ്റായ കുറേ കോട്ടകളുണ്ട്. ഇനി ഇപ്പം ഉള്ള 41 സീറ്റിൽ തന്നെ വേണമെങ്കിൽ 4-5 സീറ്റ് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയാണ്, അത് വേണമെങ്കിൽ അപ്പുറത്തേക്ക് പോയേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ UDF-നകത്ത് വളരെ ഇൻടാക്റ്റായി നിൽക്കുന്ന ഒരൊറ്റ പാർട്ടിയുള്ളത് അത് മുസ്ലിം ലീഗാണ്. ജോസഫ് ഗ്രൂപ്പ് അത്ര വലിയ സാധ്യതകളൊന്നുമില്ല. കോൺഗ്രസ്സിന് ഇതുപോലെ വലിയ സാധ്യതകൾ കുറവാണ്. ചേതാനും ചില നേതാക്കന്മാർ ജയിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ പറയുന്നത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളെ കോൺഗ്രസ് അഭിമുഖീകരിക്കുകയാണ്. ഇതിനെ മുഴുവൻ ഈ കടുത്ത ഒരു 10 മാസങ്ങൾ കൊണ്ട് 340-325 ദിവസങ്ങൾ കൊണ്ട് കോൺഗ്രസ് മറികടക്കും എന്നൊന്നും, അത്ര അതിവേഗത്തിൽ ഓടി മറികടക്കും എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ സാറിപ്പോൾ ഇത് വ്യക്തമായി വിശദീകരിച്ചു. ഇനി എൻ്റെ മറ്റു ചോദ്യം, ഈ കോൺഗ്രസിൻ്റെ പുതിയ കമ്മിറ്റിയിൽ ജാതി മത സമവാക്യങ്ങൾ തുല്യമാക്കിയോ എന്നുള്ളതാണ് പൊതുവെ ചർച്ച ചെയ്യുന്നത്. ഈ കോൺഗ്രസ് ഇപ്പോൾ നമ്മൾ അറിയേണ്ടത്, കോൺഗ്രസ്സിലൊരു KPCC പ്രസിഡന്റിനെ വെക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു കുടിയേറ്റ കർഷകനായിട്ടുള്ള സണ്ണി ജോസഫ്, അല്ലെങ്കിൽ കുടിയേറ്റ ക്രിസ്ത്യാനി എന്ന് വിളിക്കാവുന്ന സണ്ണി ജോസഫിനെയാണ് വെച്ചിട്ടുള്ളത്. അദ്ദേഹം നമുക്കറിയാമല്ലോ, ഇപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് പോയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ, അതായത് കോട്ടയം ജില്ലക്കാരനാണ്, മൂവാറ്റുപുഴക്കപ്പുറത്ത് കോട്ടയം ജില്ലക്കാരനാണ്. അപ്പോൾ അത്തരത്തിൽ പിന്നീട് കണ്ണൂരിലേക്ക് പോയ ഒരാളാണ്. അദ്ദേഹം വളരെ സൗമ്യനായിട്ടുള്ളൊരു മുഖമാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു ജാതിമത സമവാക്യങ്ങളൊക്കെ അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നിട്ടുണ്ടാവാം, നമുക്കറിയില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിങ്ങനെ ഭാഗിച്ചു കൊടുക്കുകയാണ് എന്ന് പറയുന്നൊരു തോന്നൽ ഇപ്പോൾ ഷിബിലി ചോദിച്ചതുപോലെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ചർച്ചകൾ കൊണ്ടിട്ട് ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതെന്നുകൊണ്ട് എന്ത് സംഭവിക്കും? അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ കെ സുധാകരനെ മാറ്റേണ്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ പുറത്തേക്കെത്തി. സഭകളുടെ സ്ഥാനാർത്ഥിയായിട്ട് ആന്റണി വരുന്നു എന്ന് പറയുന്നൊരു ചിന്ത വന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങളൊരു മതേതര പാർട്ടിയായ കോൺഗ്രസ് ആണ് എന്ന് പറയുന്ന ചിന്തക്ക് വലിയ തോതിൽ ക്ഷതമേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഇതിന് മുൻപ് നമുക്കറിയാലോ, പലരും, വയലാർ രവി KPCC പ്രസിഡന്റായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തത്. മറ്റേ AK ആന്റണി അടക്കം നിരവധി ആളുകൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ KPCC പ്രസിഡന്റായിരുന്നു. പക്ഷെ അന്നൊന്നും ആരും ഇത് ക്രിസ്ത്യൻ പ്രസിഡന്റാണ്, ഈഴവ പ്രസിഡന്റാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ വേണം എന്നൊന്നും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞു കേൾക്കുന്ന കഥകളിൽ തന്നെ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ നേരെ പ്രസിഡന്റ് ആയാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കുടിയേറ്റ കർഷകൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്രിസ്ത്യൻ റോമൻ കാത്തലിക് ഒരാൾ പ്രസിഡന്റ് ആയാൽ നേരെ ഉടനെ തന്നെ അത് പിന്നെ പേടിക്കാനില്ല, എല്ലാ ക്രിസ്ത്യൻസും കൂടി അങ്ങോട്ട് വോട്ട് ചെയ്യും എന്നൊക്കെ വിചാരിക്കുകയല്ലോ. അങ്ങനെയാണെങ്കിൽ കെ സുരേന്ദ്രൻ BJPയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നു, പിണറായി വിജയൻ CPM-ന്റെ സെക്രട്ടറി ആയിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ നേതാവായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈഴവരെന്ത് ചെയ്യും? ഇത് 2 വോട്ട് ചെയ്യും, ഒന്ന് സുരേന്ദ്രനും ഒന്ന് പിണറായിക്കും ചെയ്യും.
അത്രമാത്രമൊന്നും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മതപരമായി വിഭജിക്കപ്പെട്ടു എന്നുള്ളതിനർത്ഥമില്ല. പക്ഷേ 2-3% വോട്ടുകൾ പോലും വളരെ ഡിസിസീവായി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വേഷം കെട്ടൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഈ ചർച്ചകൾ പോലും അൾട്ടിമേറ്റ്ലി കോൺഗ്രസിന് ഡാമേജ് ഉണ്ടാക്കുള്ളൂ. പിന്നെ ഇപ്പോൾ കോൺഗ്രസ് അതിൽ കാണിച്ചേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുത്തു. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പ്രസിഡന്റ് ആക്കിയാലും ആർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം അദ്ദേഹം ഒരു മുസ്ലിം ആയിട്ടൊന്നും ആളുകൾ കണക്കൂട്ടുന്നില്ല. ഷാഫി പറമ്പിൽ വളരെ കരുത്തുറ്റ നേതാവായിട്ടും ഒരു യുവരക്തമായിട്ടും ഒക്കെയാണ് ആളുകൾ കണക്കൂട്ടുന്നത്. അതുപോലെ ഇപ്പോൾ PC വിഷ്ണുനാഥനാക്കി എന്ന് പറഞ്ഞ നായരാണെന്നുള്ള ചിന്താഗതിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ചെയ്തേക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സമുദായങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ള പണിയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അതിന് മുമ്പുണ്ടായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ വലിയ തോതിൽ ഇത് ബാധിക്കുമെന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഇപ്പം ഞാൻ KPCC ഓഫീസിൽ ചെന്ന് സംസാരിക്കുമ്പോൾ ഒരു നമ്മുടെ ഷിബിലി കൂടെ ഉണ്ടായിരുന്നു, കേട്ടതല്ലേ, KPCC പ്രസിഡന്റുമാർ നിയമിച്ചതിൻ്റെ ചരിത്രം നമ്മളോടൊരു നേതാവ് പറഞ്ഞു. ആ നേതാവ് പറയുകയും അദ്ദേഹം കൃത്യമായി നമ്മളോട് പറയുകയും ചെയ്തത്, ഇത് ഒരു ദിവസം ഈ മാധ്യമങ്ങൾ പറയുന്നതോ ഇവിടുത്തെ നേതാക്കന്മാർക്കോ ഒന്നും അറിയില്ല രതീഷ്, ഇത് കൃത്യമായിട്ട് ഒരു ദിവസം പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയൂ, ഈ ചർച്ചകൾ ഉണ്ടാകുന്നതിന് മുൻപേ കോൺഗ്രസിന് ഈ തീരുമാനം എടുക്കാമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ചർച്ചകളൊക്കെ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധാകരൻ വന്നിരുന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന് ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല, ഞാൻ മാറില്ല എന്നൊക്കെ പറഞ്ഞ് ഇൻ്റർവ്യൂ കൊടുക്കുകയും ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിന് ശേഷമല്ല ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് ഇതാരെ X ഇരിക്കുന്നോ Y ഇരിക്കുന്നോ Z ഇരിക്കുന്നോ എന്നുള്ളതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളോടൊപ്പം നിങ്ങൾ തെരുവിലിറങ്ങി അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തി ഗവൺമെൻറ്റിനെ നേരിടാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി 2 തരത്തിലുള്ള ജോഡോ യാത്രകളിലൂടെ കൊടുത്തതുകൊണ്ടാണ് ഷിബിലി അറിയേണ്ടത്. ഒരു കാര്യം ഞാൻ പറയുന്നത്, കോൺഗ്രസ് 50 സീറ്റിൽ നിന്ന് 100 സീറ്റിലേക്ക് 99 സീറ്റിലേക്ക് എത്തിയത്. ഇവിടെ നിങ്ങൾ 21 സീറ്റിൽ നിന്ന് നിങ്ങൾക്ക് 60 സീറ്റുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടുപ്പിളക്കി പണിയെടുക്കണം എന്നുള്ളതൊരു കാര്യമാണ്. പിന്നെ നേരത്തെയൊക്കെ ഉണ്ടായതുപോലെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നില്ല എന്ന് പറയുന്ന വെളിച്ചം തലയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭരണം. അതെന്താണെന്നറിയാമോ? എല്ലാ സ്റ്റേറ്റുകളിലും ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? കൃത്യമായിട്ടുള്ള മാക്രോ മൈക്രോ ലെവൽ പ്ലാനിങ് നടപ്പിലാക്കിക്കൊണ്ടാണ്. ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പ് നമ്മൾ അതിശയിപ്പിക്കും. 15,000 വരുന്ന വാൽമീകി സമുദായത്തിലുള്ള ആളുകളെ എങ്ങനെ കണക്കുകൂട്ടണം, എങ്ങനെ അവരെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് BJP കൃത്യമായി തീരുമാനിച്ചിരുന്നു. എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഒരാൾക്ക് അസൈൻമെൻറ്റ് കൊടുക്കുകയും അദ്ദേഹത്തോട് കൃത്യമായി അവിടെ മാത്രം ഫോക്കസ് ചെയ്യാൻ പറയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു മാക്രോ ലെവലിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇമേജ് ഇടിക്കുകയും ഒരു മൈക്രോ ലെവലിലുള്ള പ്ലാനിങ് അതിഗംഭീരമായി നടത്തുകയും നിങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അസദുദ്ദീൻ ഒവൈസിയെ പോലുള്ള പാർട്ടികൾ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് ജയിച്ചത്. ഇതുപോലെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ ലീഡ് ചെയ്തിട്ടുള്ള ഹരിയാന തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായി ഈ പറയുന്ന ഒരു പ്ലാനിങ് നടത്തുകയും അത് എക്സിക്യൂട്ട് ചെയ്യാൻ കൃത്യമായിട്ട് ആളുകളെ കണ്ടെത്തുകയും അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അങ്ങനെ ഉത്തരവാദിത്തമുള്ള ബൂത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരും ഒക്കെ വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വാസ്തവം. അപ്പോൾ അത് ബിൽഡ് ചെയ്യാൻ DK ശിവകുമാറൊക്കെ ചെയ്തതുപോലെ ഒരു 1.5 കൊല്ലമെടുത്ത് കർണാടക മുഴുവൻ ഓടി നടന്ന് ബൂത്ത് കമ്മിറ്റികളൊക്കെ ഇവർ ഡെവലപ്പ് ചെയ്യുമോ എന്നുള്ളതാണ് $1 മില്യൺ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് ഉത്തരം കിട്ടണമെങ്കിൽ യുവർ ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ ദ വേർഡ്സ് എന്ന് പറയും. അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മണ്ഡലം ജയിക്കുന്നത് പോലെയല്ല, നിങ്ങളൊരു വലിയ സന്നാഹം തന്നെ വേണ്ടിവരും യഥാർത്ഥത്തിൽ ജയിക്കാൻ, കേരളം മൊത്തം ജയിക്കാൻ. അതും എതിരിടേണ്ടത് BJPയും ധർമ്മേന്ദ്ര പ്രധാനും ഒക്കെ എങ്ങനെയാണോ ഹരിയാന ഇലക്ഷൻ നേരിട്ടത്, എങ്ങനെയാണോ ഡൽഹി ഇലക്ഷൻ 6-7-8 സോണുകളാക്കി തിരിച്ചുകൊണ്ട് 8 MP ചാർജ് കൊടുത്തുകൊണ്ട് BJP നേരിട്ടത്, അതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ BJPയേക്കാൾ ഗംഭീരമായി കൃത്യമായിട്ട് കേരളത്തിൽ CPM ചെയ്യാൻ പോകുന്നത്. CPM കഴിഞ്ഞ 2 തവണയും അത് ഗംഭീരമായി ചെയ്താണ്, ഇത്തവണയും CPM ചെയ്യും. അതുപോലെ തന്നെയാണ് ഇപ്പം BJPക്ക് ഒരു 5 സീറ്റെങ്കിലും 6 സീറ്റെങ്കിലും പിടിക്കണമെന്ന് വിചാരിച്ച് അവർ 15 സീറ്റുകളിൽ ഫോക്കസ് ചെയ്യുകയും 30,000-ൽ കൂടുതൽ മേടിച്ച് ഏതാണ്ട് വലിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ കൃത്യമായി ഫോക്കസ് ചെയ്യാനും തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അവരെല്ലാവരും തന്നെ കൃത്യമായി ഫോക്കസ് ചെയ്ത് ഒരു മിലിറ്റൻ്റായ ഒരു കേഡർ സംവിധാനത്തിൽ പണിയെടുക്കുമ്പോൾ ഒരു കോൺഗ്രസ്സിന്
ഇനി അങ്ങനെ അല്ലാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അതിനുവേണ്ടി ഒരു സംഘടനയെ വലിയ തോതിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഡെവലപ്പ് ചെയ്യണം. അതിന് പക്ഷേ ഈ നേതാക്കന്മാർ സഹകരിക്കുമോ, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അതിനെന്തെങ്കിലും പദ്ധതി കണ്ടിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഹൈക്കമാൻഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് DCC പ്രസിഡന്റുമാരെ നേരിട്ട് ഹാൻഡിൽ ചെയ്യുകയാണ്. അതൊരു പരിധിവരെ വിജയിച്ചേക്കാം. പക്ഷേ ഇവിടെ സുനിൽ കനകോലുവിൻ്റെയൊക്കെ മോണിറ്ററിങ് പോലും പോരാ. യഥാർത്ഥത്തിൽ കുറേ കൂടി ഗംഭീരമായിട്ടുള്ള മോണിറ്ററിങ്ങും കുറേ കൂടി ഗംഭീരമായിട്ടുള്ള പ്ലാനും ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് മിനിറ്റ് ബൈ മിനിറ്റ്, ഡേ ബൈ ഡേ, വീക്ക് ബൈ വീക്ക് കൃത്യമായി ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്താൽ മാത്രമേ കോൺഗ്രസ്സിന് നിലനിൽക്കാൻ കഴിയൂ. അത് സണ്ണി ജോസഫ് ആണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഇനി മറ്റേതെങ്കിലും ആളുകളാണെങ്കിലും ഒന്നും നമുക്ക് തീർച്ചയായിട്ടും അവഗണിക്കുക വയ്യ. സാർ, ഇപ്പോൾ പ്രതിഷേധമൊന്നും നടത്താതെ ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി കൊണ്ട് മാത്രം കോൺഗ്രസിന് വിജയിക്കാൻ പറ്റുമോ? ഷിബിലി ചോദിച്ചത് സമരങ്ങളെക്കുറിച്ചാണ് അല്ലേ? തീർച്ചയായിട്ടും ഷിബിലി, ഈ ജനകീയ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുകയും അത് വലിയ തോതിൽ സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭമാക്കി മാറ്റുകയും അത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റുകളെ കൊണ്ട് തന്നെ തിരുത്തിക്കാൻ കഴിയുന്ന വലിയ ശക്തികളായി പ്രതിപക്ഷ പാർട്ടികൾ മാറുകയും വേണം. എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ ഇവിടെ സാധ്യമാകൂ. ആ റോളിലേക്ക് കോൺഗ്രസ് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചോദിച്ചു തന്നായി നമ്മൾ വിട്ടുപോയനെ. ഇന്ത്യയുടെയൊക്കെ ഒരു കുറച്ച് നാളുകളായിട്ടുള്ള സംവിധാനങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കർഷക സമരത്തിൽ ഗവൺമെൻറ്റിന് പുറകോട്ട് പോകേണ്ടി വന്നു, ഓർക്കണം നിങ്ങൾ. പക്ഷെ അതിനൊരു പ്രതിപക്ഷ പാർട്ടിയുടെയും പിന്തുണ ഉണ്ടായിരുന്നില്ല. ലോക്പാൽ നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് അണ്ണാ ഹസാരെ ഒരു സമരം നടത്തിയപ്പോഴും യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയേണ്ടത് പ്രത്യക്ഷത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെയും പിന്തുണ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കായിക താരങ്ങൾ ഈ പറയുന്ന സമരം നടത്തിയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവർക്ക് കിട്ടിയ പതക്കങ്ങളും അവർക്ക് കിട്ടിയ ഈ പറയുന്ന ഗോൾഡ് മെഡലുകളൊക്കെ തന്നെ മറ്റേ നദിയിലൊഴുക്കാൻ പോയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ തന്നെ ജനങ്ങളുടെ വലിയ തോതിൽ പിന്തുണ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പലപ്പോഴും ഏറ്റെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇല്ലാതാവുകയും അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ഇല്ലാതാവുകയും അല്ലാതെ തന്നെ സമരം നടത്തി ജയിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതികൾ നമ്മൾ ഇന്ത്യയിൽ കണ്ടുവരികയാണ്. ഏതാണ്ട് അതേപോലെ തന്നെ കേരളത്തിൽ നിങ്ങൾക്ക് അറിയണം, മറിയക്കുട്ടി എന്തുകൊണ്ടാണ് ഒരു സ്റ്റാറായി മാറിയത്, പിച്ചിച്ചട്ടി എടുക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിക്കണം. അവർ നിർത്താതെ ഓടുകയായിരുന്നു, പല ചാനലുകളിലേക്കും ഒക്കെ തന്നെ ഓടുകയായിരുന്നു. അതുപോലെ തന്നെ മറ്റു പല സമരങ്ങളുമൊക്കെ എങ്ങനെയാണ് വലിയ തോതിൽ ശ്രദ്ധ ആകർഷിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കണം. ആ റോളുകളെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ കൂട്ടിയോജിപ്പിക്കാൻ UDFനും അതുപോലെ കോൺഗ്രസിനും ഒക്കെ കഴിയണം. പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ, കേരളത്തിലുള്ള നിരവധി NGOകൾ, അതുപോലെ ഇപ്പോൾ നമ്മളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണല്ലോ ഷിബിലി. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയത് LDFനാണ്. അതായത് കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ലോക്കൽ ബോഡീസ് തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഏതാണ്ട് ഒരു തവണ ഒഴിച്ചു വെച്ചാൽ ബാക്കി എല്ലാ തവണയും ജയിച്ചിട്ടുള്ളത് LDF ആണ്. ആ ഒരു തവണ ഒഴിച്ചു വെച്ചാൽ ബാക്കി എല്ലാ തവണയും ജയിച്ചിട്ടുള്ള LDF ആണെന്ന് പറയുമ്പോൾ എല്ലാ തവണയും രണ്ടാമതെത്തിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ മൂന്നാമതെത്തിയേക്കുന്നത് BJP അല്ല, BJPയേക്കാൾ കൂടുതൽ സ്വതന്ത്രർ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന സ്വതന്ത്രർ, ഓരോ നാട്ടിലുമുള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ്, NGO, V4 കൊച്ചി എന്ന് പറയുന്ന കേരളത്തിലെ ഓർഗനൈസേഷൻ, 2020 എന്ന് പറഞ്ഞ നമുക്കറിയാലോ, കൊച്ചിയിൽ അവർ കഴിഞ്ഞ തവണ എറണാകുളം ജില്ലയിൽ അവർ 8 സീറ്റിൽ മത്സരിച്ച് 14.5% വോട്ടുകൾ മേടിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ 2020 ഒന്നും ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷേ എങ്കിൽ പോലും UDF ആകെ തന്നെയും അതുപോലെ തന്നെ കോൺഗ്രസ് മൊത്തത്തിലും ഇത്തരത്തിലുള്ള പല NGOകളെയും സംഘടനകളെയും ചാരിറ്റബിൾ ട്രസ്റ്റുകളെയും ക്ലബ്ബുകളെയും എല്ലാം തന്നെ വലിയ തോതിൽ ഇവർക്കെതിരെ സമരം നയിക്കുന്ന അല്ലെങ്കിൽ CPMനെതിരെ നിൽക്കുന്ന ആളുകളെയൊക്കെ തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ വലിയൊരു മൂവ്മെൻ്റ് ആക്കി ഇതിനെ മാറ്റേണ്ടതാണ്. അങ്ങനെ മാറ്റിയത് കൊണ്ടാണ് കർണാടകയിൽ ജയിച്ചത്. ഇപ്പോൾ കർണാടകയിൽ ഇതേപോലെ തന്നെ ഇപ്പോൾ പ്രകാശ് രാജിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ചില ഓർഗനൈസേഷൻസ് അവർ വോട്ട് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ആളുകളെ ഓർമ്മപ്പെടുത്തുകയും ആ വീടുകളിൽ ചെന്ന് തന്നെ അവർ ഈ പറയുന്ന ബൊമ്മയുടെയൊക്കെ 40% വരുന്ന കമ്മീഷൻ ഗവൺമെൻറ്റിനെ പുറത്താക്കണമെന്ന് പറയുകയൊക്കെ ചെയ്ത ഒരുപാട് സൈലൻ്റ് ആയിട്ടുള്ള വർക്കുകൾ നടത്തിയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇത് കർണാടകത്തിൽ മാത്രമല്ല മറ്റു പല സ്റ്റേറ്റുകളിലും ഇങ്ങനെ നടന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ തീരുമാനിക്കുകയും അവരെല്ലാം സേവനം പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുകയും സോഷ്യൽ മീഡിയകളിലും അതുപോലെ മറ്റു തരത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഗവൺമെൻറ് വിമർശകരെയൊക്കെ തന്നെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുകയും ഒക്കെ ചെയ്താൽ മാത്രമേ കോൺഗ്രസ്സിന് നിലനിൽക്കാൻ കഴിയൂ.
അത്തരത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ കോൺഗ്രസ് തയ്യാറാക്കണം. കൂടാതെ ഷിബിലി പറഞ്ഞതുപോലെ സമരമുഖങ്ങളിലെ വലിയ മുഖമായി കൂടി ഈ നേതാക്കന്മാർ മാറണം.